തിരുവചനം തിരുവചനം. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയുടെ പരസ്യജീവിത ശുശ്രൂഷയിൽ അവസാനം ഈശോയുടെ ചങ്ക് നിറഞ്ഞു നിന്ന ചിന്ത ദൈവരാജ്യം എന്നതാണ്. ഈശോയുടെ ശുശ്രൂഷ ആരംഭിക്കുന്നതായ വിവരണം സുവിശേഷകന്മാർ നൽകുമ്പോൾ അവർ പറയുന്ന ഇപ്രകാരമാണല്ലോ. മർക്കോസ് 1-14-15 തിരുവചനങ്ങളിൽ നാം വായിക്കുന്നു, യോഹന്നാൻ ബന്ധനസ്ഥനായപ്പോൾ ഈശോ ദൈവത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് ഗലീലയിലേക്ക് വന്നു. അവൻ പറഞ്ഞു, സമയം പൂർത്തിയായി, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. പിന്നീട് ഈശോയുടെ പരസ്യജീവിതത്തിൻ്റെ 3 വർഷക്കാലത്തെപ്പറ്റി വിവരിച്ച് സുവിശേഷകന്മാർ നീങ്ങുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് നൽകുന്ന സമ്മറി സ്റ്റേറ്റ്മെൻറ്റ്സ്, അവിടെയും സുവിശേഷകന്മാർ അടിവരയിട്ട് പറയുന്ന കാര്യം, ഉദാഹരണത്തിന് മത്തായിയുടെ സുവിശേഷം 9-35 ഈശോ രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചും എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്തിയും എല്ലാ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ചുറ്റി സഞ്ചരിച്ചു എന്നാണ്. രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചു. കുരിശുമരണത്തിനും ഉത്ഥാനത്തിനു ശേഷം സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുന്നതിന് മുമ്പുള്ള 40 ദിവസങ്ങളിൽ ഈശോ പഠിപ്പിച്ചതും ദൈവരാജ്യത്തെക്കുറിച്ചാണ് എന്ന് അപ്പോസ്തല പ്രവർത്തനം 1:3 നാം വായിക്കുന്നു. പീഡാനുഭവത്തിന് ശേഷം 40 ദിവസത്തേക്ക് ഈശോ അവരുടെ ഇടയിൽ പ്രത്യക്ഷനായി ദൈവരാജ്യത്തെക്കുറിച്ച് പഠിപ്പിച്ചു. ഈശോയുടെ ഉള്ള് നിറഞ്ഞു നിന്ന ഈ ഒരു ചിന്ത ദൈവരാജ്യം, അതേപ്പറ്റി നമ്മൾ കൂടുതൽ മനസ്സിലാക്കുകയാണ്. ഈ ദൈവരാജ്യത്തിൻ്റെ പ്രധാന ശത്രുവായി ഈശോ കണ്ടത് പിശാചിനെയാണ്, സാത്താനെയും അവൻ്റെ പ്രവർത്തനങ്ങളെയും, അല്ലെങ്കിൽ ഒരു നരകരാജ്യത്തെയാണ്. അവിടുന്ന് മത്തായി 12:28 നാം വായിക്കുന്നു. അവിടുന്ന് വ്യക്തമാക്കുന്നു, ദൈവ ആത്മാവിനെ കൊണ്ടാണ് ഞാൻ പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നതെങ്കിൽ ദൈവരാജ്യം നിങ്ങളിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു. ഈശോ പ്രഘോഷിച്ച ഈ ദൈവരാജ്യത്തിൻ്റെ ഈ ഭൂമിയിലുള്ള ഏറ്റവും സുനിശ്ചിതവും ആധികാരികവുമായ അടയാളവും വേദിയും സാന്നിധ്യവും തിരുസഭയാണ്. ഈ തിരുസഭയെ താൻ സ്ഥാപിക്കും എന്ന് ഈശോ സുവിശേഷത്തിൽ പറയുന്നതായ ആദ്യ രംഗം മത്തായിയുടെ സുവിശേഷം 16 കേസറിയ ഫിലിപ്പിൽ വെച്ച് പത്രോസിനോട് സംസാരിക്കുമ്പോൾ അവിടെ ഈശോ പറഞ്ഞല്ലോ, പത്രോസിനോട്, കേപ്പാ, നീ പാറയാണ്, ഈ പാറമേൽ എൻ്റെ സഭ ഞാൻ സ്ഥാപിക്കും. അവിടുന്ന് പെട്ടെന്ന് തന്നെ കൂട്ടിച്ചേർത്തു, നരകത്തിൻ്റെ കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല. ഇപ്പം സഭയ്ക്കെതിരെയുള്ള ശക്തമായ എതിർപ്പിൻ്റെ, ഉപദ്രവത്തിൻ്റെ, ആക്രമണത്തിൻ്റെ, ശത്രുതയുടെ തലമായിട്ട് ഈശോ അവിടെ അടിവരയിട്ട് കാണിക്കുന്നത് നരകത്തെയാണ്. ലൂക്കായുടെ സുവിശേഷം 22 ഈശോ ശെമയോനോട് ഒരു മുന്നറിയിപ്പ് പോലെ പറയുന്നു, ശെമയോൻ, ശെമയോൻ, സാത്താൻ നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റിക്കൊഴിക്കാൻ ഉദ്യമിച്ചു. അന്ന് ശെമയോന് അത് കേട്ടപ്പോൾ മനസ്സിലായില്ല. പിന്നീട് ഗെത്സമേൻ തോട്ടത്തിൻ്റെ അനുഭവം കഴിഞ്ഞ് തീ കായുന്നിടത്ത് എത്തിയപ്പോൾ ശെമയോൻ പത്രോസിന് മനസ്സിലായി സാത്താൻ്റെ ഉദ്യമം എന്തുമാത്രം ഉപദ്രവം ചെയ്തുവെന്ന്. അതുകൊണ്ട് പിന്നീട് അദ്ദേഹം സഭാ തലവനായിട്ട് ശുശ്രൂഷ ചെയ്യവേ തൻ്റെ സഭാമക്കൾക്ക് മുന്നറിയിപ്പ് കൊടുത്തുകൊണ്ട് എഴുതി. 1 പത്രോസ് 5:8 നാം വായിക്കുന്നു, ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ചുകൊണ്ട് നിങ്ങളുടെ ശത്രുവായ പിശാച് അലറുന്ന സിംഹത്തെ പോലെ ചുറ്റി നടക്കുന്നു എന്ന്. പത്രോസിനെ വീഴിക്കാൻ ഉദ്യമിച്ച പിശാച് ദൈവജനത്തെ, ദൈവമക്കൾ ഓരോരുത്തരെയും വീഴിക്കാനായിട്ട് ഒരു അലംഭാവം കാണിക്കുകയില്ല എന്ന് പത്രോസിന് ഉറപ്പായിരുന്നു. പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പ മുന്നറിയിപ്പ് തരുന്നുണ്ട്. 2014 ഏപ്രിൽ 11 പ്രഭാത വിചിന്തനത്തിൽ പാപ്പ തെളിച്ചു പറഞ്ഞു, പിശാച് എന്നത് മക്കളെ ഒരു പഴങ്കഥയല്ല. ഈ 21-ാം നൂറ്റാണ്ടിലും പിശാചുണ്ട്. അവൻ പ്രവർത്തന നിരതനാണ്. അവനെതിരെയുള്ള പോരാട്ടത്തിൻ്റെ മാർഗങ്ങൾ, പാഠങ്ങൾ സുവിശേഷത്തിൻ്റെ പേജുകളിൽ നിന്ന് നാം ഇന്ന് പഠിക്കണം. എഫേസ്യസ് ലേഖനത്തിൻ്റെ 6-ാമത്തെ അധ്യായത്തിൽ
സാത്താൻ്റെ കുടിലതന്ത്രങ്ങൾ എതിർത്ത് നിൽക്കുവാൻ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവാൻ പൗലോസ് അപ്പോസ്തലനും ആഹ്വാനം ചെയ്യുന്നത് നമുക്കറിയാം. നമ്മൾ ഈ ഒരു പ്രബോധന പരമ്പരയിലൂടെ, വചന വിചിന്തനത്തിലൂടെ ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ അറിയുവാനായിട്ട് ഈശ്വര കാൽക്കലിരിക്കുകയാണ്. ലൂക്ക 8:10 നാം വായിക്കുന്നല്ലോ, ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ അറിയുവാൻ വരം ലഭിച്ചിരിക്കുന്നത് നിങ്ങൾക്കാണ്. ആ വരം നമുക്ക് അറിഞ്ഞ് സ്വീകരിക്കുവാനായിട്ട് ഈശ്വര പാദങ്ങളിൽ ഇരിക്കാം. എൻ്റെ ശുശ്രൂഷ പൗരോഹിത്യ ജീവിതത്തിൽ നരകരാജ്യത്തിൻ്റെ കടന്നുകയറ്റത്തെപ്പറ്റി ബോധ്യം നൽകാൻ ഇടവന്ന ആദ്യ സംഭവത്തെപ്പറ്റി മുന്നൊരിക്കൽ ഞാൻ ഈ വേദിയിൽ പങ്കുവച്ചിട്ടുണ്ട്. ഒരു ഭർത്താവ് തൻ്റെ ഭാര്യയും കൊണ്ട് പ്രാർത്ഥിക്കാനായിട്ടെത്തുന്ന ഒരു സംഭവം. അന്ന് ഈ നരകരാജ്യത്തിൻ്റെ സാന്നിധ്യത്തെപ്പറ്റി പ്രവർത്തനത്തെപ്പറ്റി എനിക്ക് ബോധ്യമില്ലായിരുന്നു. ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നോക്കി. പ്രാർത്ഥിച്ചപ്പോഴൊക്കെ, തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോഴൊക്കെ വല്ലാണ്ട് തല കുടഞ്ഞ് വയലൻ്റായ ഒരു പ്രതികരണം ഉണ്ടായതല്ലാതെ അത് ഇറങ്ങിപ്പോയില്ല. അത് വീണ്ടും വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് ബോധ്യമായി, ഈ വ്യക്തിയിൽ, ഈ സഹോദരിയിൽ എന്തോ ഒരു ശക്തിയുണ്ട്. ഈ വ്യക്തി പോലും അറിയാതെ വ്യക്തി സർവ്വ നിയന്ത്രണവും മറികടന്നുകൊണ്ട് പ്രതികരിക്കുന്ന ഒരു അരൂപി. ആ വ്യക്തി പറഞ്ഞുകൊണ്ടിരുന്നത് പിശാചൊക്കെ തൻ്റെ ഉള്ളിലുണ്ടെന്നാണ്. അത് ശരിയായിരിക്കാമെന്ന് എനിക്ക് തോന്നി. പക്ഷേ അതിനെ ഇറക്കി വിടാനായിട്ട് ഞാൻ ഈശോയുടെ നാമത്തിൽ ആവശ്യപ്പെടുന്നു, ഇറങ്ങിപ്പോ. അത് തുറന്ന് ഉറക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കാനുള്ള ബോധ്യം എനിക്കന്നില്ലായിരുന്നു. അതുകൊണ്ട് ഞാനത് മനസ്സിലാണ് പറഞ്ഞ് പ്രാർത്ഥിച്ചത് എന്ന് ഞാൻ ആ ഒരു സംഭവ വിവരണത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം അന്ന് എത്ര പ്രാവശ്യം ഞാനിങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടും ഈ പ്രതികരണം, ഈ വയലൻ്റ് ആയിട്ടുള്ള തലകുലുക്കലും ബഹളവും ഒരലർച്ചയും ഇതല്ലാതെ ഇത് ഇറങ്ങിപ്പോയില്ല. ഞാൻ ഒന്നും ചെയ്യാൻ പറ്റാതെ നിസ്സഹായമായി. ഞാൻ ആ സംഭവം സൂചിപ്പിക്കുകയുണ്ടായി. പിന്നീട് ഞാൻ അവരെ അന്ന് പറഞ്ഞു വിട്ടിട്ട് എൻ്റെ ആത്മീയ പിതാവായ കുരിശുമല ആശ്രമത്തിലെ മരിദാസച്ചൻ്റെ പക്കൽ പിറ്റേ ആഴ്ച ചെല്ലുമ്പോൾ ഇതേപറ്റി സംസാരിച്ച് അച്ഛൻ പറഞ്ഞ കാര്യങ്ങൾ വെച്ച് 3 കാര്യം അച്ഛൻ പറഞ്ഞിരുന്നു. അത് വെച്ച് നീങ്ങിയപ്പോഴാ കാര്യങ്ങൾക്ക് വ്യത്യാസം വന്നതെന്ന് അച്ഛൻ പറഞ്ഞ 3 കാര്യങ്ങൾ. ഒന്ന്, അവരെ കുമ്പസാരിപ്പിച്ച് ഒരുക്കുക. മറ്റൊന്ന്, അഭിയുന്ന പിതാവിൻ്റെ ഒരാശീർവാദം അച്ഛൻ വാങ്ങിക്കുക. 3-ാമത്തെ കാര്യം, അച്ഛൻ തന്നെയും കൂടുതൽ പ്രാർത്ഥിച്ച് ഒരുങ്ങുക. അത് ചെയ്തപ്പോഴാണ് ഏതാനും ആഴ്ചകളിലെ പ്രാർത്ഥനകളിലൂടെ അവർ പൂർണ്ണ വിടുതലിലേക്ക് വന്നത്. അപ്പോൾ കുമ്പസാരത്തിൻ്റെ പ്രാധാന്യം അതുവഴിയായിട്ട് എനിക്ക് ആദ്യമായിട്ട് മനസ്സിലാകുന്നത്, പാപം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ കയറി കിടക്കുമ്പോൾ പിശാചിനെ ഇറക്കി വിടാൻ നോക്കിയാൽ അവൻ പോകില്ല. പാപം പിശാചിൻ്റെ പ്രവൃത്തിയാണ്, പിശാചിൻ്റെ അവകാശമാണ്. ആദ്യത്തെ പാപം മനുഷ്യവർഗത്തിൽ സംഭവിക്കുന്നത് തന്നെ പിശാചിൻ്റെ ഇടപെടൽ വഴിയാണ് എന്ന് വചനം പറയുന്നു, നമുക്കറിയാം. ഉൽപ്പത്തി പുസ്തകത്തിൽ 3-ാമത്തെ അധ്യായത്തിൽ സർപ്പം, അത് വെറും ഒരു പാമ്പല്ല, സംസാരിക്കുന്ന ഈ രണ്ട് മനുഷ്യ വ്യക്തികൾ മറ്റ് വെറും ജീവികളെപ്പോലെ അല്ല, ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവരാണെന്നൊക്കെ അറിയാവുന്ന, ദൈവം അവർക്ക് കൊടുത്ത അനുശാസനങ്ങളെപ്പറ്റി അവബോധമുള്ള ഒരു അരൂപി ആ സർപ്പരൂപത്തിൽ വന്നിരിക്കുന്നതാണ്. അത് തനി പിശാചാണ്, പുരാതന സർപ്പം. അപ്പോൾ ആ സർപ്പത്തിൻ്റെ വാക്ക് കേട്ട് ഹവ്വ പ്രവർത്തിച്ചപ്പോഴാണ് മനുഷ്യവർഗത്തിൻ്റെ 1-ാമത്തെ പാപം. അതുകൊണ്ട് റോമാലേഖനത്തിൽ 5-ാമത്തെ അധ്യായത്തിൽ പൗലോസ് അപ്പോസ്തലൻ പരിശുദ്ധാത്മാവ് നിറഞ്ഞ് എഴുതുന്നുണ്ടല്ലോ. റോമ 5:12 തിരുവചനം, ഒരു മനുഷ്യൻ മൂലം പാപവും പാപം മൂലം മരണവും ലോകത്ത് പ്രവേശിച്ചു. അപ്രകാരം എല്ലാവരും പാപം ചെയ്തുകൊണ്ട് മരണം എല്ലാവരിലും വ്യാപിച്ചു. ഒരു മനുഷ്യൻ മൂലം പാപം, ആ പാപം പിശാചിലൂടെയാണ് വന്നത്. യോഹന്നാൻ്റെ 1-ാം ലേഖനത്തിൽ 3-ാമത്തെ അധ്യായത്തിൽ നമ്മൾ പാപം പിശാചിൻ്റെ പ്രവൃത്തിയാണ് എന്ന് പരിശുദ്ധാത്മാവ് വ്യക്തമാക്കുന്ന വചനഭാഗം കാണുന്നുണ്ട്. 8-ാമത്തെ തിരുവചനം, പാപം ചെയ്യുന്നവൻ പിശാചിൽ നിന്ന് ഉള്ളവനാണ്, എന്നാൽ പിശാച് ആദ്യം മുതലേ പാപം ചെയ്യുന്നവനാണ്. പിശാചിൻ്റെ പ്രവൃത്തികൾ നശിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ദൈവപുത്രൻ പ്രത്യക്ഷനായത്. പിശാച് ആദ്യം മുതലേ പാപം ചെയ്യുന്നവനാണ്. അവൻ തന്നെ പാപം വഴിയായിട്ടാണ് പിശാചായിട്ട് മാറിയത്. ദൈവം പിശാചിനെയും സൃഷ്ടിച്ചു, ദൈവമാണ് സൃഷ്ടിച്ചത്. അത് നല്ല മാലാഖയായിട്ടാണ് സൃഷ്ടിച്ചത്. സഭ പഠിപ്പിക്കുന്നത് അങ്ങനെയാണ്. പിന്നീട് അവൻ്റെ സ്വന്തം ഇഷ്ടത്താൽ അറിഞ്ഞുകൊണ്ട് പാപത്തിലേക്ക്, ദൈവത്തിൻ്റെ പദ്ധതിക്ക് വിരുദ്ധമായി നിലപാട് സ്വീകരിച്ച് നീങ്ങിയപ്പോൾ അവൻ പാപം ചെയ്തു. അതുവഴി അവൻ പാപത്തിൻ്റെ ഭീകര സാന്നിധ്യമായിട്ട് മാറി, പിശാചായിട്ട് മാറി.
ആദ്യം മുതലേ പാപം ചെയ്യുന്നവനാണ്. ആദ്യം മുതലേ അവൻ പാപം ചെയ്യിപ്പിക്കുന്നവനുമാണ്. അവൻ്റെ പ്രധാന പ്രവൃത്തി പ്രലോഭിപ്പിക്കുക എന്നുള്ളത്, പാപത്തിലേക്ക് പ്രേരിപ്പിക്കുക എന്നുള്ളതാണ്. യോഹന്നാൻ്റെ 1-ാം ലേഖനത്തിൽ നമ്മൾ സൂചിപ്പിച്ച 3-ാമത്തെ അധ്യായത്തിൽ 10-ാം വാക്യത്തിൽ പറയുകയാണ്, ദൈവത്തിൻ്റെ മക്കളും പിശാചിൻ്റെ മക്കളുമുണ്ട്. ദൈവത്തിൻ്റെ മക്കളും പിശാചിൻ്റെ മക്കളുമുണ്ട്. നാം ദൈവമക്കളാണ് നമ്മൾ അവകാശപ്പെടുന്നുണ്ട്. നമുക്കറിയാം ദൈവമക്കളാണ് നമ്മളെ ദൈവമക്കളാക്കാൻ വേണ്ടി ഈശോ ദൈവോത്തര മനുഷ്യനായിട്ട് വന്നത്. ഇതുപോലെ തന്നെ നാം ഒരു വ്യക്തി ദൈവത്തിൻ്റെ മകനോ മകളോ ആയിട്ട് മാറാനായിട്ട് ജാഗ്രത എടുക്കുന്നില്ല എങ്കിൽ നമ്മൾ പിശാചിൻ്റെ മകൻ അല്ലെങ്കിൽ മകള് ആകാനുള്ള സാധ്യത ദൈവവചനം വ്യക്തമായിട്ട് നമ്മുടെ മുമ്പിൽ വച്ചിട്ടുണ്ട്. നമ്മളത് ഒരിക്കലും തന്നെ ശ്രദ്ധിക്കാറില്ല. ദൈവത്തിൻ്റെ മകനാണ് ഞാൻ, ദൈവത്തിൻ്റെ മകളാണ് ഞാൻ, ദൈവജനമാണ് ഞാൻ എന്നൊക്കെ നമ്മൾ അവകാശപ്പെടുന്നു, പറയുന്നു. അത് നമുക്ക് സന്തോഷമാണ്. എന്നാൽ ഇവിടെ വചനം പറയുകയാണ് 9-10 വാക്യങ്ങൾ, ദൈവത്തിൽ നിന്ന് ജനിച്ച ഒരുവന് പാപം ചെയ്യുന്നില്ല, കാരണം ദൈവ ചൈതന്യം അവന് വസിക്കുന്നു. അവൻ ദൈവത്തിൽ നിന്ന് ജനിച്ചവനായതുകൊണ്ട് അവന് പാപം ചെയ്യാൻ സാധ്യമല്ല. അപ്പോൾ ദൈവത്തിൽ നിന്ന് ജനിച്ച വ്യക്തി, ദൈവത്തിൻ്റെ അഭിഷേകത്തിൽ നിൽക്കുന്ന വ്യക്തി, പരിശുദ്ധാത്മാവ് നയിക്കുന്ന വ്യക്തിക്ക് പാപം ചെയ്യാൻ സാധ്യമല്ല. പരിശുദ്ധാത്മാവ് പാപം ചെയ്യാൻ അനുവദിക്കുകയല്ല. പാപത്തിൻ്റെ അവസ്ഥയിലേക്ക് എവിടെയെങ്കിലും അറിയാതെ ഒന്ന് കാല് തെറ്റിപ്പോയാൽ ആ നിമിഷം തന്നെ കാല് തിരിച്ചെടുക്കും. ആ തെറ്റിപ്പോകുന്ന അവസ്ഥയിലേക്ക് വീണു പോകാൻ പരിശുദ്ധാത്മാവ് സമ്മതിക്കുകയല്ല. എന്നാൽ പാപം ചെയ്യുക, അതിൽ തുടരുക, അങ്ങനെ ഒരു വ്യക്തി തയ്യാറായാൽ ആ വ്യക്തിയെപ്പറ്റി വചനം പറയുന്നത് അവൻ പിശാചിൻ്റെ മക്കളിൽപ്പെട്ടതാണ്. ഇത് യോഹന്നാൻ തൻ്റെ ലേഖനത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തുമ്പോൾ യോഹന്നാൻ്റെ സുവിശേഷത്തിലും ഈശോ ഇത് വ്യക്തമാക്കി പഠിപ്പിക്കുന്നതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 8-ാമത്തെ അധ്യായത്തിൽ 44-ാമത്തെ തിരുവചനത്തിൽ ഈശോ പറയുന്ന തിരുവചനങ്ങൾ കേൾക്കാനും വിശ്വസിക്കാനും സ്വീകരിക്കാനും തയ്യാറാകാൻ നിൽക്കുന്ന യഹൂദരെ നോക്കി ഈശോ തെളിച്ച് പറയുകയാണ്, നിങ്ങൾ നിങ്ങളുടെ പിതാവായ പിശാചിൽ നിന്നുള്ളവരാണ്. നിങ്ങളുടെ പിതാവിൻ്റെ ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു. അവനാകട്ടെ ആദ്യം മുതൽ കൊലപാതകയാണ്. അതുകൊണ്ടാണ് നിങ്ങൾ എന്നെ കൊല്ലാൻ അന്വേഷിക്കുന്നത്. ഈശോയുടെ വായിൽ നിന്ന് വന്നിട്ടുണ്ട്, മറ്റുള്ളവരെ നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തി, കൊല്ലാൻ നോക്കുന്ന വ്യക്തി, വെറുക്കുന്ന വ്യക്തി പിശാചിൻ്റെ മകനാണ്, മകളാണ് എന്ന്. യഥാർത്ഥത്തിൽ വിശുദ്ധ ഗ്രന്ഥം 2 അപ്പന്മാരെ പറ്റി, പിതാക്കന്മാരെ പറ്റി പറയുന്നു, സ്വർഗസ്ഥനായ പിതാവും നരകസ്ഥനായ പിതാവും. നമ്മുടെ ഈശോ പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുക സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ പാപത്തിൻ്റെ അവസ്ഥയിൽ നീങ്ങുന്ന രീതിക്കാരാണെങ്കിൽ, പാവം ഒഴിവാക്കാൻ ജാഗ്രത എടുക്കുന്നില്ലാത്തവരാണെങ്കിൽ നമ്മൾ ദൈവത്തെ നോക്കി പിതാവേ എന്ന് വിളിക്കാൻ അർഹത നഷ്ടപ്പെട്ടവരായിട്ട് ഭവിക്കും. എന്ന് മാത്രമല്ല, നമ്മൾ ഒരുപക്ഷെ പ്രാർത്ഥിക്കേണ്ടത് നരകസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് പ്രാർത്ഥിക്കേണ്ടി വരും എന്ന് ഈ തിരുവചന ഭാഗങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. പാപം പിശാചിൻ്റേതാണ്. അതുകൊണ്ടാണ് ഈശോയുടെ ആഗമനത്തെപ്പറ്റി നമ്മളിപ്പോൾ കണ്ടതായ 1 യോഹന്നാൻ 3-8-ാം വാക്യത്തിൽ പറയുന്നത്, ഈശോ ഭൂമിയിലേക്ക് വന്നത് പാപം നീക്കാനായിട്ടാണ്. പിശാചിൻ്റെ പ്രവൃത്തികളെ നശിപ്പിക്കുന്നതിന് വേണ്ടി ദൈവത്തിന് പ്രത്യക്ഷനായത്. പിശാചിൻ്റെ പ്രവൃത്തി പാപമാണ്, പാപത്തെ നശിപ്പിക്കുക. യോഹന്നാൻ്റെ സുവിശേഷം 1-ാമത്തെ അധ്യായത്തിൽ 29-ാമത്തെ തിരുവചനത്തിൽ സ്നാപക യോഹന്നാൻ ഈശോയെ പരിചയപ്പെടുന്ന രംഗം നമുക്കറിയാം. അടുത്ത ദിവസം ഈശോ തൻ്റെ അടുത്തേക്ക് വരുന്നത് കണ്ട് അവൻ പറഞ്ഞു, ഇതാ ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. ഈശോയെപ്പറ്റി സ്നാപകന് പറയാനുള്ള ഏക കാര്യം ഇതാണ്, പാപം നീക്കും ദൈവത്തിൻ്റെ കുഞ്ഞാടാണ്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ അഗ്നിയാലും പരിശുദ്ധാത്മാവിനാലും സ്ഥാനപ്പെടുത്തുക. പരിശുദ്ധാത്മാവ് വന്ന് വസിച്ച് നിറഞ്ഞ് പരിശുദ്ധാത്മാവ് നയിക്കുന്ന അവസ്ഥ അത് ദൈവമക്കളാകുന്ന അവസ്ഥയാണ്, ദൈവരാജ്യത്തിലേക്ക് വരുന്ന അവസ്ഥയാണ്. അതിന് ശേഷമാണ്. അപ്പം അതിനുള്ള ഈശോയുടെ പരിഹാര ബലി ദൗത്യം അത് പാപങ്ങൾ നീക്കുക എന്നുള്ളതാണ്. അവിടെ സ്നാപകൻ ഈശോയെ അവതരിപ്പിക്കുന്നത് തന്നെ പാപങ്ങൾ നീക്കും ദൈവത്തിൻ്റെ കുഞ്ഞാടെന്നാണ്. ലൂക്കായുടെ സുവിശേഷത്തിൽ സ്നാപകൻ്റെ പിതാവായ സക്കറിയ, സ്നാപകൻ ജനിച്ചു കഴിഞ്ഞപ്പോൾ സ്നാപകൻ്റെ പേരെന്താ ഇടേണ്ടത്? സക്കറിയ മൗനിയായിട്ട് കഴിയുന്ന നാളുകൾ അപ്പൻ്റെ പേര് സക്കറിയ എന്ന് തന്നെ ഇടാനായിട്ട് ബന്ധുക്കളും വീട്ടുകാരും ആലോചിക്കുമ്പം സക്കറിയ എഴുത്തുപലക എഴുതി കാണിച്ച് ജോൺ
യോഹന്നാൻ എന്നാണ് അവൻ്റെ പേര്. അത് വായിച്ച ഉടനെ, അത് ആൾക്കാർ തിരിഞ്ഞ ഉടനെ, എഴുതി കാണിച്ച ഉടനെ സക്കറിയായുടെ നാവിൻ്റെ കെട്ടടിഞ്ഞു, സംസാരിക്കാൻ തുടങ്ങി. അപ്പോൾ ദൈവത്തെ വാഴ്ത്തിക്കൊണ്ട് സക്കറിയ സംസാരിക്കാൻ ആരംഭിച്ചുവെന്ന് ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 64-ാമത്തെ നമ്മൾ വായിക്കുകയാണ്. പിന്നീട് 67 മുതലുള്ള വാക്യങ്ങളിൽ അവൻ്റെ പിതാവായ സക്കറിയ പരിശുദ്ധാത്മാവിനെ നിറഞ്ഞ് പ്രവചിച്ചു. ദൈവത്തിൻ്റെ രക്ഷാപദ്ധതിയെക്കുറിച്ച്, സ്നാപകൻ്റെ ദൗത്യത്തെക്കുറിച്ച് അങ്ങനെ പറഞ്ഞു വരികയാണ്. 76-77 വാക്യങ്ങൾ, നീയോ കുഞ്ഞെ അത്യുന്നതൻ്റെ പ്രവാചകനെന്ന് വിളിക്കപ്പെടും, കർത്താവിന് വഴിയൊരുക്കുവാൻ അവിടുത്തെ മുമ്പേ നീ പോകും, അത് അവിടുത്തെ ജനത്തിന് പാപമോചനം വഴിയുള്ള രക്ഷയെക്കുറിച്ച് അറിവ് കൊടുക്കാൻ. അവിടുത്തെ ജനത്തിന് പാപമോചനം വഴിയുള്ള രക്ഷയെക്കുറിച്ച് അറിവ് കൊടുക്കാനായിട്ടാണ്. സ്നാപകൻ്റെ ദൗത്യം തന്നെ അങ്ങനെയാണ്. അപ്പോൾ ഈശോ കൊണ്ടുവരുന്ന രക്ഷ പാപമോചനം വഴിയുള്ള രക്ഷയാണ്. എന്തുകൊണ്ടാണ്? അത് നരകരാജ്യത്തിൽ നിന്ന് മനുഷ്യ മക്കളെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഈശോയുടെ ദൗത്യത്തിൻ്റെ ഭാഗമാണ്. മത്തായിയുടെ സുവിശേഷത്തിൽ 1-ാമത്തെ അധ്യായത്തിൽ ഈശോയുടെ തിരുജനനത്തെപ്പറ്റി മാലാഖ ജോസഫിന് അറിയിപ്പ് കൊടുക്കുന്ന രംഗം. 21-ാമത്തെ തിരുവചനം, അവളൊരു പുത്രനെ പ്രസവിക്കും, നീ അവന് ഈശോ എന്ന് പേരിടണം, എന്തെന്നാൽ അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. അപ്പോൾ ഈശോ എന്ന വാക്കിൻ്റെ പേരിൻ്റെ അർത്ഥം തന്നെ പാപത്തിൽ നിന്ന് മോചിപ്പിക്കുക എന്നുള്ളതാണ്. ജോഷുവ എന്നാണ് ഹെബ്രായ ഭാഷയിൽ ഈശോ എന്നുള്ള പേരിൻ്റെ, ഈശോ എന്നുള്ളത് ജോഷുവ എന്നുള്ള പേരിൻ്റെ ഗ്രീക്ക് ഫോമാണ്. ജോഷുവ എന്ന് വെച്ചാൽ യഹോവ രക്ഷിക്കുന്നു, ദൈവം രക്ഷിക്കുന്നു എന്നാണ് അർത്ഥം. ദൈവം എങ്ങനെ രക്ഷിക്കുക? പാപം നീക്കിക്കൊണ്ടാണ്, വേറെ തരത്തിലുള്ള രക്ഷയല്ല. അപ്പോൾ ഈശോ എന്നുള്ള പേര് തന്നെ വരാൻ കാരണം അവിടുന്ന് തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. അപ്പോൾ ഈശോയുടെ ദൗത്യവുമായിട്ട് ആഴത്തിൽ ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ഈ പാപമോചനം. അതുകൊണ്ടാണ് സ്നാപകൻ തൻ്റെ ദൗത്യം ആരംഭിക്കുമ്പോഴും നമുക്കറിയാം അദ്ദേഹം സ്നാനം നൽകുന്നത് പാപമോചനത്തിനായുള്ള സ്നാനമാണ് നൽകുന്നത്. പാപമോചനത്തിനായിട്ട് വെള്ളം കൊണ്ട് സ്നാനപ്പെടുത്തി സ്നാപകൻ അങ്ങനെ ചെയ്തത്. ഈശോയാണ് പിന്നീട് വന്നിട്ട് പാപമോചനം, പാപങ്ങൾ ഏറ്റെടുത്ത് ബലിയായി മാറിയിട്ട് പരിശുദ്ധാത്മാവിൻ്റെ സ്നാനം നൽകുക. അപ്പസ്തോലന്മാരെ ഈശോ ദൗത്യങ്ങൾക്കായിട്ട് പറഞ്ഞയക്കുമ്പോഴും പാപമോചനത്തെപ്പറ്റിയാണ് ഈശോ ഊന്നി പറഞ്ഞു വിട്ടത്. ദൈവരാജ്യവുമായിട്ട് പാപമോചനത്തിന് ആഴപ്പെട്ട ബന്ധമുണ്ട്. മർക്കോസിന്റെ സുവിശേഷം 1-ാമത്തെ അധ്യായത്തിൽ 15-ാം തിരുവചനം, 14-15 തിരുവചനങ്ങൾ, യോഹന്നാൻ ബന്ധനസ്ഥനായപ്പോൾ ഈശോ ദൈവത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് ഗലീലയിലേക്ക് വന്നു. അവൻ പറഞ്ഞു, സമയം പൂർത്തിയായി, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അനുതപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ. അപ്പോൾ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, ദൈവത്തിൻ്റെ കരുണയാണത്. നമുക്ക് സ്വന്തമാകണമെങ്കിലോ അനുതപിക്കണം. എന്താ അനുതപിക്കുക എന്ന് വെച്ചാൽ പാപത്തെ പാപമായിട്ട് അംഗീകരിക്കുക, അതേപ്പറ്റി വേദന ഉണ്ടാവുക, ഇതെനിക്ക് വേണ്ടാത്തതാണെന്നുള്ള തീരുമാനമെടുക്കുക, അതിലൊന്നും മോചിതരാകാൻ ആഗ്രഹിച്ച് ഏറ്റുപറയാൻ തയ്യാറാവുക. അതാണ് അനുതാപം. പാപവും എനിക്ക് വേണ്ട, ഇത് തെറ്റിപ്പോയി, ഞാൻ ആയിരിക്കുന്ന അവസ്ഥ മനോഹരമായ അവസ്ഥയല്ല, ദയനീയമായ അവസ്ഥയാണ്, ഞാനിങ്ങനെ തുടരാനായിട്ട് പാടില്ല. പന്നിക്കൂട്ടിൽ കിടക്കുന്ന ധൂർത്തപുത്രൻ, അവന് സുബോധമുണ്ടായി. അപ്പോൾ അവൻ പറയുന്നത് തന്നെയാണ്, ഞാൻ ഇവിടെ കിടക്കേണ്ടവനല്ല, ഈ പന്നികളുടെ കൂട്ട് ഈ തവിട് തിന്നുകൊണ്ട് ഇങ്ങനെ ദയനീയ അവസ്ഥയിൽ, ലജ്ജാകരമായ അവസ്ഥയിൽ ഇവിടെയല്ല ഞാൻ കിടക്കേണ്ടത്, ഞാൻ എൻ്റെ അപ്പൻ്റെ വീട്ടിൽ താമസിക്കേണ്ടതാണ്. എൻ്റെ അപ്പൻ്റെ വീട്ടിൽ ജോലിക്കാർക്ക് പോലും എന്തുമാത്രം സുഭിക്ഷതയുണ്ട്, ഞാനിവിടെ കിടന്ന് വല്ലാതെ ദയനീയമായിട്ട് സഹിക്കുകയാണ്, ഞെരുങ്ങുകയാണ്. ഈ ഒരു അവബോധം, നാം ആയിരിക്കുന്ന അവസ്ഥയുടെ ദൈന്യത, ആയിരിക്കേണ്ട അവസ്ഥയെക്കുറിച്ചുള്ള ബോധ്യം, അതാണ് അനുതാപത്തിൻ്റെ അടിയിൽ നിൽക്കുക. ഇപ്പോൾ നമ്മൾ ആയിരിക്കുന്നത് നരകരാജ്യത്തിൻ്റെ അവസ്ഥയിലാണ്. പിശാച് പ്രേരിപ്പിക്കുകയും ഭരിക്കുകയും നയിക്കുകയും ചെയ്യുന്ന അവസ്ഥയിലാണ്. പിശാചിൻ്റെ മക്കളായിട്ടാണ്. അത് മാറ്റിയിട്ട് ദൈവമക്കളാക്കാനാണ് തമ്പുരാൻ ഈശോ വന്നിരിക്കുന്നത്. ആ ദൈവമകനോ മകളോ ആകാനായിട്ട് വേണ്ടത് ധൂർത്തം പറഞ്ഞതുപോലെ ഈ പന്നിക്കൂട്ടി ഇനി ഞാൻ കിടക്കുകയില്ല, ഈ തവിട് ഇതെനിക്ക് വേണ്ട, ഈ പന്നികളുടെ സഹവാസം എനിക്ക് വേണ്ട. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ 1-ാമത്തെ അധ്യായത്തിൽ 11-ാമത്തെ വാക്യം, അവൻ സ്വജനത്തിൻ്റെ അടുത്തേക്ക് വന്നു, എന്നാൽ അവർ അവനെ സ്വീകരിച്ചില്ല. തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, തൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകി എന്ന് പറയുമ്പം ഈശോയെ സ്വീകരിക്കുന്നില്ലാത്ത വ്യക്തി ദൈവത്തിൻ്റെ
മക്കളിൽ പെടുന്നില്ല. പിന്നെ അവരെവിടെയാണ് പെടുന്നത്? പിശാചിൻ്റെ മക്കളിലാണെന്ന് അപ്പുറത്ത് വചനം പറയുകയാണ്. അപ്പോൾ പാപത്തിൽ നിന്ന് കയറി വരണം. അതുകൊണ്ട് ആ ദൈവരാജ്യത്തെപ്പറ്റി പ്രഘോഷിക്കാൻ ആരംഭിച്ചപ്പോഴേ ഈശോ പറഞ്ഞു, തൻ്റെ ദൗത്യം ആരംഭിച്ചപ്പോഴേ ദൈവരാജ്യത്തെക്കുറിച്ച് പറഞ്ഞു. ഈശോ വാ പൊളിച്ചതേ ദൈവരാജ്യം സംഭവിച്ചത് പറഞ്ഞുകൊണ്ടാണ്. അവസാനം വായ അടയ്ക്കുന്നത് വേണ്ട അങ്ങനെയെന്ന് പറയാം. സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ നേരത്തെ പ്രാരംഭ ചിന്തയിൽ കണ്ടതാണ്. അപ്പോസ്തല പ്രവർത്തനം 1:3 സ്വർഗത്തിലേക്ക് പോകുന്ന മുമ്പുള്ള 40 ദിവസങ്ങൾ ദൈവരാജ്യത്തെക്കുറിച്ചാണ് പഠിപ്പിച്ചത്. ആ ദൈവരാജ്യത്തെക്കുറിച്ച് പറഞ്ഞിട്ട് ഈശോ ചേർത്ത് വെച്ച 2 കാര്യങ്ങൾ: 1 അനുദപിക്കുക, 2 സുവിശേഷം വിശ്വസിക്കുക. ഈ 2 കാര്യങ്ങളാണ്. അപ്പം അനുദപിച്ച് വേണം വിശ്വസിക്കാനായിട്ട്. പാപം വിട്ട് കളയണം. പാപവുമായിട്ട് നീങ്ങിയാൽ ദൈവരാജ്യത്തിലേക്ക് വരാൻ സാധിക്കുകയില്ല. സക്കറിയയുടെ പുസ്തകത്തിൽ 3-ാമത്തെ അധ്യായത്തിൽ 1 മുതലുള്ള തിരുവചനങ്ങളിൽ നമ്മൾ കാണുന്നൊരു സംഭവമുണ്ടല്ലോ. പ്രധാന പുരോഹിതനായ ജോഷുവ കർത്താവിൻ്റെ ദൂതൻ്റെ മുമ്പിൽ നിൽക്കുന്നതും സാത്താൻ അവന് കുറ്റം ആരോപിക്കാൻ അവൻ്റെ വലതുഭാഗം നിൽക്കുന്ന അവിടുന്ന് കാണിച്ചു തന്നു. കർത്താവ് സാത്താനോട് പറഞ്ഞു, സാത്താനെ, കർത്താവ് നിന്നെ ശാസിക്കുന്നു. ജെറുസലേമിനെ തിരഞ്ഞെടുത്തിരിക്കുന്ന കർത്താവ് നിന്നെ ശാസിക്കുന്നു. തീയിൽ നിന്നും വലിച്ചെടുക്കപ്പെട്ട ഒരു കൊള്ളിയല്ലേ ഇവൻ. അപ്പോൾ 2 പ്രാവശ്യം ദൈവമായ കർത്താവ് സാത്താനെ ശാസിക്കുകയാണ്. സാത്താൻ എവിടെയാണ് നിൽക്കുന്നത്? ജോഷുവയുടെ അടുത്ത് നിൽക്കുകയാണ്. ജോഷുവ ആരാണ്? ആ കാലഘട്ടത്തിലെ പ്രധാന പുരോഹിതനാണ്. അപ്പോൾ ഈ പ്രധാന പുരോഹിതനായ ജോഷുവയെക്കുറിച്ചൊരു ദർശനം ദൈവം ഈ സക്കറിയ പ്രവാചകന് കാണിച്ചു കൊടുക്കുകയാണ്. ഒരുപക്ഷെ ഇന്ന് നമുക്ക് ഏതെങ്കിലും ഒരു ദർശനപരമുള്ള ദൈവ വ്യക്തിക്ക് ഒരു ദർശനം കിട്ടുന്നു മാർപ്പാപ്പയെപ്പറ്റി എന്ന് പറയുന്ന പോലെയാണ്. അന്നത്തെ സമൂഹത്തിലെ പ്രധാന പുരോഹിതനാണ് ജോഷുവ. ഇന്നത്തെ നമ്മുടെ പ്രധാന പുരോഹിതൻ മാർപ്പാപ്പയാണ്. ഫ്രാൻസിസ് പാപ്പ ദൈവത്തിൻ്റെ മുന്നിൽ നിൽക്കുന്നതായിട്ടും ഫ്രാൻസിസ് പാപ്പയുടെ അടുത്തൊരു പിശാച് സാത്താൻ നിൽക്കുന്നതായിട്ടും ദർശനം ഒരു വ്യക്തി കണ്ടാൽ എന്തൊരു അങ്കലാപ്പാണ്, എന്തൊരു അമ്പരപ്പാണ്. ഇതുപോലെയുള്ളൊരു അവസ്ഥയാണ് സക്കറിയയ്ക്ക് ഇവിടെ വരിക. ദൈവം കാണിച്ചു കൊടുത്ത് പറഞ്ഞിരിക്കുകയാണ്. ഇത് തോന്നിപ്പല്ല, ഭാവനയല്ല, ദൈവം കാണിച്ചു കൊടുത്തു, രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. എന്താ കാണിച്ചു കൊടുക്കുന്നത്? അന്നത്തെ മാർപ്പാപ്പയായ ജോഷുവയുടെ അടുത്ത് സാത്താൻ നിൽക്കുന്നു. അവിടെ അവൻ നിൽക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തമ്പുരാൻ തന്നെ അവനെ ശാസിക്കുകയാണ്. 1 ശാസിച്ചു, 2ാമത് ശാസിച്ചു, എന്നിട്ട് അവൻ പോകുന്നതായിട്ട് കാണുന്നില്ല. അപ്പോൾ ദൈവം ശാസനം നിർത്തി. എന്നിട്ട് അടുത്തുനിന്ന് മാലാഖയോട് പറയുകയാണ്, ജോഷുവയുടെ മുഷിഞ്ഞ വസ്ത്രം മാറ്റിക്കുക. ജോഷുവ മുഷിഞ്ഞ വസ്ത്രം ധരിച്ചാണ് അവിടെ നിന്നിരുന്നത് വചനം പറയുകയാണ്. എന്താണ് ഈ മുഷിഞ്ഞ വസ്ത്രം? അവിടെ 4-ാം വാക്യത്തിൽ പറയുകയാണ്, അത് ജോഷുവയുടെ അകൃത്യങ്ങളാണ്. ജോഷുവയുടെ അകൃത്യങ്ങളാണ്. പ്രധാന പുരോഹിതൻ മാർപ്പാപ്പ, ഒരു മാർപ്പാപ്പയിൽ എന്തുമാത്രം പാപം ഉണ്ടാക്കാൻ പറ്റും, എന്തുമാത്രം വിശുദ്ധമായ തലങ്ങളിൽ കാര്യങ്ങളിൽ വ്യാപരിച്ച് ഏർപ്പെട്ട് നിരന്തരം വിശുദ്ധമായ വേദികളിൽ നിന്നുകൊണ്ട് സമൂഹത്തിന് മുമ്പ് നിൽക്കുന്നൊരു വ്യക്തിയുടെ ജീവിതത്തിൽ വലിയ പാപങ്ങൾ കടന്നു കയറാൻ പറ്റത്തുപോലുമില്ല. പ്രധാന പുരോഹിതൻ ജോഷുവ അങ്ങനെയാണ്. എന്നിട്ടും എന്തൊക്കെയോ എവിടെയൊക്കെയോ നിസ്സാരമായ പാപത്തിൻ്റെ പൊട്ടും പൊടിയും പോലെയുള്ള പാപങ്ങളുടെ സാന്നിധ്യം, അതൊരു മുഷിഞ്ഞ വസ്ത്രം. ആ പാപത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവകാശം പറഞ്ഞു നിൽക്കുകയാണ് അടുത്ത് ആര്? സാത്താൻ. ഈ മുഷിഞ്ഞ വസ്ത്രം അവകാശമാക്കിക്കൊണ്ട് സാത്താൻ നിൽക്കുമ്പോൾ ദൈവം 2 പ്രാവശ്യം ശാസിച്ചു, അവൻ അനങ്ങുന്നില്ല. അപ്പം തമ്പുരാൻ അറിയാം ഈ മുഷിഞ്ഞ വസ്ത്രം നീങ്ങാതെ സാത്താൻ എവിടെ നിന്നും പോകത്തില്ല. അവിടെ തമ്പുരാൻ 3ാമത് അവനെ ശാസിക്കുന്നതിന് പകരം ചെയ്യുന്നത് ജോഷുവ മുഷിഞ്ഞ വസ്ത്രം തൻ്റെ കരുണയാൽ മാറ്റുകയാണ്. തൻ്റെ കരുണയാൽ മാറ്റുകയാണ്. മാലാഖയെ കൊണ്ട് മാറ്റിച്ചു. പിന്നെ ആ വചനഭാഗം നമ്മൾ വായിച്ചു വരുമ്പം ഒരിടത്തും സാത്താനെ പിന്നെ കാണാനില്ല. ഇത് ദൈവം സക്കറിയായ്ക്ക് കാണിച്ചു കൊടുത്ത് നമുക്ക് വേണ്ടി വചനത്തിൽ രേഖപ്പെടുത്തപ്പെട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഉള്ള ദൈവവചനമാണ്. പാപം പിശാചിൻ്റേതാണ്. പാപത്തിൻ്റെ സാന്നിധ്യമുള്ളിടത്ത് പിശാച് ദൈവം തമ്പുരാൻ ആവശ്യപ്പെട്ടാൽ പോലും പോകില്ല എന്ന് തിരുവചനം പറയുകയാണ്. നമ്മുടെ ജീവിതത്തിൽ പാപം കയറിക്കിടക്കുന്നത് ഒഴിവാക്കുക എന്നുള്ളത് നരകരാജ്യത്തിൻ്റെ അനുഭവത്തിൽ നിന്നും ദൈവരാജ്യത്തിലേക്ക് വരുവാനുള്ള 1ാമത്തെ വ്യവസ്ഥയാണ്. അതുകൊണ്ടാണ് അപ്പോസ്തലന്മാർ പ്രസംഗിക്കാനായിട്ട് പോകുമ്പം മർക്കോസിൻ്റെ സുവിശേഷത്തിൽ 6-ാമത്തെ അധ്യായത്തിൽ അപ്പോസ്തലന്മാർക്ക് ഈശോ അധികാരം കൊടുത്ത് പിശാചുക്കളെ ബഹിഷ്കരിക്കാൻ 7-ാം വാക്യം, അവൻ തൻ്റെ 12 പേരെ അടുത്ത് വിളിച്ച് 2 പേരെ വീതം അയക്കാൻ തുടങ്ങി.
അശുദ്ധാത്മാക്കളുടെ മേൽ അവർക്ക് അധികാരവും കൊടുത്തു. എന്നിട്ട് അവർ പുറപ്പെട്ടു. 12-ാം വാക്യം 12-13 ശിഷ്യന്മാർ പുറപ്പെട്ട് ജനങ്ങളോട് അനുതപിക്കണമെന്ന് പ്രസംഗിച്ചു. അനേകം പിശാചുക്കളെ പുറത്താക്കി അനേകം രോഗികളെ തൈലം പൂശി സുഖപ്പെടുത്തി. അപ്പസ്തോലന്മാർ ചെന്ന് പ്രസംഗിച്ചത് അനുതപിക്കണം. ദൈവരാജ്യമാണ് പ്രസംഗിക്കുന്നത്. ആ ദൈവരാജ്യ പ്രസംഗത്തിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് അനുതപിക്കണമെന്നുള്ളതാണ്. അങ്ങനെ അനുതപിച്ചവരിൽ നിന്നാണ് പിശാചുക്കളെ പുറത്താക്കാനായിട്ട് സാധിച്ചത്. അതുകൊണ്ടാണ് ലൂക്കായുടെ സുവിശേഷത്തിൽ 24-ാമത്തെ അധ്യായത്തിൽ 47-ാമത്തെ തിരുവചനം ഈശോ തൻ്റെ സ്വർഗാരോഹണത്തിന് മുമ്പ് അപ്പസ്തോലന്മാർക്ക് വലിയ പരിശുദ്ധവത്തെ ഏൽപ്പിച്ചു കൊടുക്കുമ്പം അവിടെ ഇവരോട് പ്രസംഗിക്കാൻ പറഞ്ഞേൽപ്പിക്കുന്ന വിഷയം എന്താണ്? പാപമോചനത്തിലുള്ള അനുതാപം അവൻ്റെ നാമത്തിൽ ജെറുസലേമിൽ ആരംഭിച്ച എല്ലാ ജനതകളോടും പ്രഘോഷിക്കപ്പെടേണ്ടിയിരിക്കുന്നു. ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. പാപമോചനത്തിലായുള്ള അനുതാപം ജെറുസലേം മുതൽ നിങ്ങൾ പ്രസംഗിക്കണം. പാപമോചനം കിട്ടാനുള്ള അനുതാപം ആൾക്കാർക്ക് ഉണ്ടാകണം. അതിന് പറ്റിയ പ്രഘോഷണമാണ് നിങ്ങൾ നടത്തേണ്ടത്. അവരാണ് അപ്പസ്തല പ്രവർത്തനം 2-ാമത്തെ അധ്യായത്തിൽ പെന്തക്കോസ്തായിലെ ആദ്യ പ്രസംഗം പത്രോസ് നടത്തി കഴിയുമ്പം 37 തിരുവചനങ്ങൾ. ഇത് കേട്ടപ്പോൾ അവർ ഹൃദയം ഞുറുങ്ങി പത്രോസിനും ഒരു അപ്പസ്തലന്മാരും ചോദിച്ചു, സഹോദരന്മാരെ, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? പത്രോസ് പറഞ്ഞു, നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ. പാപമോചനത്തിനായി എല്ലാവരും യേശുക്രിസ്തു നാമത്തിൽ സ്നാനം സ്വീകരിക്കുവിൻ, പശ്ചാത്തപിക്കുവിൻ. സ്നേഹമുള്ള സഹോദരങ്ങളെ, നമുക്കൊരു നിമിഷം തമ്പുരാൻ്റെ മുമ്പിൽ നമ്മുടെ ഹൃദയങ്ങളെ തുറക്കാം. നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിച്ചുകൊണ്ടായിരിക്കാം. കർത്താവായ ഈശോയെ, അങ്ങയുടെ ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ ഞങ്ങൾക്കായി പങ്കുവെക്കുന്ന നിമിഷങ്ങളെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങയുടെ ദൈവരാജ്യത്തിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുന്നില്ല എങ്കിൽ ഞങ്ങൾ നരകരാജ്യത്തിൻ്റെ അവസ്ഥയിലാണ് എന്ന് നിരവധിയായ അനുഭവങ്ങളോടെ അങ്ങ് ഞങ്ങൾ കാണിച്ചു തരുന്നല്ലോ, വചനത്തോടെ വെളിച്ചമാക്കി തരുന്നല്ലോ. പാപത്തിൻ്റെ അവസ്ഥയിലായിരിക്കുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി എത്ര പ്രാർത്ഥിച്ചാലും അവിടെ പിശാചി വിട്ടു പോകില്ല. തലയെ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ കുടയുന്നതല്ലാതെ ഇറങ്ങിപ്പോകുന്നില്ല. സഖറിയായ്ക്ക് അങ്ങ് കാണിച്ചു കൊടുത്തു, പ്രധാന പുരോഹിതൻ്റെ അടുത്ത് നിൽക്കുന്ന സാത്താനെ അങ്ങ് തന്നെ ശാസിച്ചിട്ട് അവൻ പോകുന്നില്ല. അകൃത്യങ്ങൾ നീക്കിയപ്പോഴാണ് അവൻ പോയത്. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിലെ അകൃത്യങ്ങളെപ്പറ്റി ഞങ്ങൾക്ക് ബോധ്യം നൽകണമേ, പാപബോധം നൽകണമേ, പശ്ചാത്താപം നൽകണമേ. പാപങ്ങൾ ഏറ്റുപറഞ്ഞ് വിടുതൽ പ്രാപിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. കർത്താവായ ദൈവമേ, പരിശുദ്ധ കത്തോലിക്കാ സഭയിൽ ഈ എളിയ ദാസനം കനിഞ്ഞു നൽകിയ ശുശ്രൂഷ പൗരോഗത്തിൻ്റെ അഭിഷേക അധികാരം അനുസരിച്ച്, പലാരൂപതയുടെ വാഗമൺ മൗണ്ട് നമ്പർ ധ്യാന കേന്ദ്രത്തിലെ നിയമനാധികാരം അനുസരിച്ചും, കർത്താവ് നിൻ്റെ തിരുവചനത്തിനായിട്ടുള്ളം തുറന്ന് കാത്തായിരുന്ന വചനത്തിൻ്റെ വെളിച്ചം സ്വീകരിച്ച മക്കൾ ഇപ്പോൾ ഹൃദയം തുറന്ന് എളിമയോടെ ആഗ്രഹത്തോടെ നിൻ്റെ സ്പർശനത്തിനായിട്ട് കാത്തു നിൽക്കുന്ന ഈ മക്കൾ ഇവിടെ മേൽ അങ്ങയുടെ നാമത്തിൽ കരമുയർത്തിക്കൊണ്ട് ദാസൻ പ്രാർത്ഥിക്കുന്നു, ആവശ്യപ്പെടുന്നു. സകല പാപങ്ങളും ഈ മക്കൾ നീങ്ങിപ്പോകത്തക്ക രീതിയിൽ അനുതാപം ഇവരും നിറയട്ടെ. ഇപ്പോൾ തന്നെ കർത്താവ്, ഞങ്ങൾ ഒരു ഹൃദയത്തോടെ അനുദപിച്ച് മാപ്പ് ചോദിക്കുന്നു. ഈശോയെ, അനുദപിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കുന്ന മക്കളിൽ നിന്നും സകല പൈസ ഇനത്തിൽ വിട്ടുപോകാനായിട്ട് അങ്ങയുടെ നാമത്തിലും അധികാരത്തിലും തിരുനാമ ശക്തിയിൽ തിരുരക്ത യോഗ്യതയാൽ കുരിശൻ്റെ മുദ്രയാൽ ഞാൻ ആവശ്യപ്പെട്ട് പ്രാർത്ഥിക്കുന്നു. നരകരാജ്യത്തിൻ്റെ എല്ലാ സാന്നിധ്യവും കർത്താവെ വിട്ടുപോകട്ടെ. ദൈവരാജ്യത്തിൻ്റെ അഭിഷേകം പരിശുദ്ധാത്മ സാന്നിധ്യം വഴി നിറയാൻ ഇടവരികയും ചെയ്യട്ടെ. കർത്താവ് യേശു മിശിഹായുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിൻ്റെ അവർണ്ണനീയമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ നിരന്തരമായ സഹവാസവും സ്നേഹമുള്ളവരെ നാം എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. യേശു മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.